കൊച്ചി നഗരത്തിലെ ശ്വാസം മുട്ടിക്കുന്ന ഗതാഗതക്കുരുക്കിന് ഒടുവിൽ ഒരു ശാശ്വത പരിഹാരമാകുന്നു. യാത്രക്കാരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അങ്കമാലി അരൂർ ദേശീയപാത ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട നടപടികൾക്കായുള്ള 3A നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുമെന്ന് ചാലക്കുടി MD ബെന്നി ബെഹനാൻ. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസമേകുന്ന അങ്കമാലി അരൂർ ദേശീയപാത ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികൾക്കായുള്ള 3A നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുമെന്ന് MP ബെന്നി ബെഹനാൻ അറിയിച്ചു. മുൻപ് വിഭാവനം ചെയ്തിരുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് റൂട്ട് മാറ്റി അരൂർ വരെ നീട്ടി പുതിയ പാതയ്ക്ക് കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നാരംഭിച്ച് അരൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് പുതിയ പാതയുടെ നിർമ്മാണം. ഏകദേശം 50 കിലോമീറ്ററാണ് ഈ ബൈപ്പാസിന്റെ ആകെയുള്ള ദൂരം. പാതയ്ക്കായി 70 മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുക്കും. ബൈപ്പാസ് ആദ്യഘട്ടത്തിൽ 8 വരി പാതയായിട്ടായിരിക്കും വികസനം നടത്തുക. കേന്ദ്രാനുമതി ലഭിച്ചതോടെ പദ്ധതിയുടെ ഏറ്റവും പ്രധാന കടമ്പയായ സ്ഥലമേറ്റെടുപ്പിലേക്ക് ദേശീയപാത അതോറിറ്റി കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള പ്രാഥമിക വിജ്ഞാപനമായ 3A നോട്ടിഫിക്കേഷൻ ദിവസങ്ങൾക്കകം പുറത്തിറങ്ങും. ഇതോടെ ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ഭൂമി സർവേ നമ്പറുകൾ ഉൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തെക്കൻ ജില്ലകളിലേക്കും തിരിച്ചും സുഗമമായി സഞ്ചരിക്കാൻ ഈ പുതിയ പാത സഹായിക്കും. നിലവിലെ ഇടപ്പള്ളി വൈറ്റില അരൂർ ബൈപ്പാസിലെ കടുത്ത വാഹനത്തിരക്കിന് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.